ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് ഓൾറെഡി ഇപ്പൊ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിച്ചല്ലോ. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറി എവിടെയെങ്കിലും മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തോ? ഇല്ലല്ലോ. വിഷ്വലി നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു ഐഡിയ എത്തി, പക്ഷെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. എന്റെ അപ്പം നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള എന്താ, മാത്സിന് മാത്തമാറ്റിക്കൽ പ്രൂഫ് വേണം. ഓക്കെ, ഇൻഡ്യൂഷൻ മാത്രം പോരല്ലോ. അപ്പൊ ആ പ്രൂഫും കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോ പറഞ്ഞ എന്താ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ ലോ. നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെന്റൽ ലോ പറയുന്നത് എന്താ, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. ഓക്കെ, ഈ ക്യാപിറ്റൽ എഫും സ്മോൾ എഫും ഒക്കെ എന്താന്ന് ഓൾറെഡി നേരത്തെ കണ്ടിട്ടില്ല, വേണം ജസ്റ്റ് എന്ന് പറയാം. അതായത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് ആക്ച്വലി റിട്ടേൺ ചെയ്യുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. പക്ഷെ ഇത് ഒരു ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ്ട് ലോവർ ലിമിറ്റ് എയും അല്ലെ ലോവർ ബൗണ്ട് എയും അപ്പർ ബൗണ്ട് ബിയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ എക്സിന്റെ സ്ഥാനത്ത് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതേ മൈനസ് അതേ കിട്ടുന്ന എക്സിന്റെ സ്ഥാനത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇതെങ്ങനെ വരുന്നത് വിഷ്വലി നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പ്രൂവ് ചെയ്യാൻ പോവാം. ഓക്കെ, അതായത് നമുക്കിപ്പോ കിട്ടിയ എന്താ, ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുത്തുകൊണ്ട് വരാം, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? കാരണം ഓൾറെഡി നമ്മളിപ്പോ കണ്ട ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. പക്ഷെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഫ് ഓഫ് എക്സ് പറ്റുമല്ലോ? പറ്റും, സിമ്പിൾ ആണ്. അതായത് നമ്മളിവിടെ പറയുന്നത് എന്താ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഈ കിട്ടുന്നത്. അതായത് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ആക്ച്വലി എഫ് ഓഫ് എക്സ്. അതുപോലെ നമ്മളൊരു ഫംഗ്ഷൻ എടുത്തുകൊണ്ട് വന്ന് എഫ് ഓഫ് എക്സ്, ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ സ്മോൾ എഫ് ഓഫ് എക്സ്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, രണ്ട് ഫംഗ്ഷനൊക്കെ ഒരേ ഡെറിവേറ്റീവ് വരുമോ? വരുമല്ലോ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് എന്താ, 2x. എക്സ് സ്ക്വയർ പ്ലസ് 5ന്റെ ഡെറിവേറ്റീവ് എന്താ, 2x. എക്സ് സ്ക്വയർ പ്ലസ് 9ന്റെ ഡെറിവേറ്റീവ് എന്താ, 2x. ഇപ്പൊ എന്തുമാത്രം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 2x വന്ന്. സോ കുറെ ഫംഗ്ഷനുകൾക്ക് ഒരേ ഡെറിവേറ്റീവ് വരാം, സെയിം ഡെറിവേറ്റീവ് വരാം. കാരണം ഈ കോൺസ്റ്റന്റ് എപ്പോഴും സീറോ ആയി പോകുന്നോണ്ടാ. മനസ്സിലായി? അതായത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസിന് എന്താണ് ഒരേ ഡെറിവേറ്റീവ് വരാം. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്കിവിടെ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ സ്മോൾ എഫ് ഓഫ് എക്സ്. അറ്റ് ദ സെയിം ടൈം ഈ ക്യാപിറ്റൽ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഈ സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ക്യാപിറ്റൽ ജി ഓഫ് എക്സിൻ്റെതെങ്കിൽ നമ്മളിപ്പോ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത് എന്താ, അവരൊരു കോൺസ്റ്റന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിരിക്കുകയല്ലേ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2ഉം എക്സ് സ്ക്വയർ പ്ലസ് 9ഉം എക്സ് സ്ക്വയറും എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആകെപ്പാടെ ഡിഫറൻസ് എന്താ, ഒരു കോൺസ്റ്റന്റ് അല്ലേ, ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് വിളിക്കാം. കാരണം ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തമ്മിലുള്ള ആകെപ്പാടെ ഒരു വ്യത്യാസം ഒരു കോൺസ്റ്റന്റിന്റെയാ. സപ്പോസ് എക്സ് സ്ക്വയർ പ്ലസ് 9ന്റെയും എക്സ് സ്ക്വയറിന്റെയും ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ 9 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ് അവരുടെ ഡിഫറൻസ്. മനസ്സിലായ? അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. അതുകൊണ്ട് അതിനെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ പ്ലസ് ആവാം, മൈനസ് ആവാം, ഇറ്റ് ഡിപ്പെൻസ്. ഇനി ഇപ്പൊ കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞല്ലേ ഉള്ളു, എല്ലാ കേസിലും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് നമുക്കൊരു പ്രൂഫ് വേണമല്ലോ മാത്തമാറ്റിക്കൽ. ആ പ്രൂഫാണ് നമുക്ക് മീൻ വാല്യൂ തിയറം തരുന്നത്. ഓക്കെ, ആക്ച്വലി മീൻ വാല്യൂ തിയറം എന്താ പറയുന്നത്, അതായത് എ തൊട്ട് ബി വരെ ഒരു പോയിന്റ് എടുത്താൽ, ഓക്കെ, ആ പോയിന്റിന്റെ ഇടയിൽ സി എന്ന് പറഞ്ഞ ആ രണ്ട് പോയിന്റുകളുടെ ഇടയിൽ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണും. ആൻഡ് ആ സി എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ സിയിലെ സ്ലോപ്പ് എ തൊട്ട് ബി വരെയുള്ള ആവറേജ് സ്ലോപ്പിന് സെയിം ആയിരിക്കും. ഇത് നമ്മൾ എക്സാക്ട്ലി എന്താണെന്ന് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിൽ ക്ലിയർ കട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇറ്റ്സ് എന്താണ് ഹ്യൂജ് ബ്യൂട്ടിഫുൾ ടോപ്പിക്. നിങ്ങളത് കയറി കണ്ടാൽ മതി, നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. ഓക്കെ, മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ആക്ച്വലി പറഞ്ഞാൽ എന്താണ്, എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് വരും. ഓക്കെ, കാണിച്ചു തരാം. അതായത് നമ്മുടെ മീൻ വാല്യൂ തിയറം അങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ.
ആക്ച്വൽ സംഭവം എന്താ വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതിലൊരു പോയിന്റ് എടുത്ത് എയും എടുത്ത് ബിയും എടുത്ത് ഇനി ഈ എ തൊട്ട് ബി വരെയുള്ള പോയിന്റിന്റെ ഇടയ്ക്ക് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആൻഡ് ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകം എന്ന് ചോദിച്ചാൽ സി എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് ഈക്വൽ ടു ഈ എ തൊട്ട് ബി വരെയുള്ള പോയിന്റിന്റെ ആവറേജ് സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, അതാണ് ആക്ച്വലി നമ്മുടെ മീൻ വാല്യൂ തിയറം പറയുന്നത്. നമ്മൾ ടോട്ടലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ മീൻ വാല്യൂ തിയറം നമുക്ക് എങ്ങനെ ഇവിടെ യൂസ് ചെയ്യാം? സിമ്പിൾ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത്? നമുക്ക് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. കാരണം നമ്മളെ രണ്ട് ഫംഗ്ഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക മൊത്തത്തിൽ. അപ്പോൾ എന്ത്? എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. അത് നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എഫ് ഓഫ് എക്സ് ആണ്, സ്മോൾ എഫ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് മൈനസ് സ്മോൾ എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് 0. അതായത് ബേസിക്കലി നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? ഈ എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതായത് ഈ കാണുന്ന എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ് എന്നതിന്റെ മീനിങ് എന്താ? അതിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ എച്ച് ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റാ. കാരണം ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അല്ല 0 ആവത്തുള്ളൂ. സോ ഇവിടെ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എച്ച് ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റാ. അതായത് എച്ച് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണെന്ന് ഇവിടെ പറയുന്നതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്നറിയോ? അതായത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഏത് പോയിന്റിൽ എടുത്താലും, അതായത് എക്സിന്റെ ഏത് പോയിന്റിൽ എടുത്താലും നമുക്ക് കിട്ടുന്നൊരു വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട്. അതായത് ഏതൊരു പോയിന്റിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എടുത്താലും നമുക്ക് കിട്ടുന്നൊരു വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ആക്ച്വലി ഈ എച്ച് ഓഫ് എക്സ് എന്താ പറയുന്നത്? എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഗ്യാപ്പ് 0 ആണ് എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ മീനിങ് എന്താന്ന് ചോദിച്ചാൽ ആ ഗ്യാപ്പ് കോൺസ്റ്റന്റ്. അതായത് ഇങ്ങനെ സപ്പോസ് ഇതാണ് നമ്മുടെ ഈ ബ്ലൂ ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചോ, സൈൻ എക്സ്. ഈ ഓറഞ്ച് ആണ് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് വെച്ചോ, സൈൻ എക്സ് പ്ലസ് 2. ഇവളുടെ തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും കോൺസ്റ്റന്റ്. കണ്ടോ? ഈ പച്ചയാണ് ഇവളുടെ ഇടയിലുള്ള ഗ്യാപ്പ് എങ്കിൽ ഈ ഗ്യാപ്പ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെയും പറയുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലായി? മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. കാരണം എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഒരു കോൺസ്റ്റന്റ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ആണേ. ഇനിയാണ് അടുത്ത കാര്യം പറയാനുള്ളത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി എഫ് ഓഫ് എക്സ് ഇരിപ്പുണ്ടല്ലോ. എന്തോന്നാ? ജി ഓഫ് എക്സ് പ്ലസ് സി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് ബി കണ്ടുപിടിക്കാം, എഫ് ഓഫ് എയും കണ്ടുപിടിക്കാം, എന്നിട്ട് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എടുക്കുക. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് ബി പ്ലസ് സി. അതുപോലെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എ പ്ലസ് സി. കാരണം നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, ഇനി അപ്പൊ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ നമുക്ക് എന്ത് വരും? ഈ രണ്ട് കോൺസ്റ്റൻസും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി പിന്നെ ബാക്കി എന്ത് കിട്ടും? ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് എടുത്താൽ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ജി ഓഫ് എ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എ എന്ന് എടുക്കുക. എങ്ങനെയും ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എക്സ് എന്ന്. നമ്മൾ അവിടെ കണ്ട എന്തോന്നാ? ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ എക്സിന് പകരം എ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റും? ഈ എക്സ് മാറി എയോ. അപ്പോൾ എന്ത് കിട്ടും? ജി ഓഫ് എ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എ. ഓർക്കണം, ഈ എ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മുടെ. ഓക്കെ, എ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ കേസിൽ എ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് ആക്ച്വലി ഇന്റഗ്രൽ ഓഫ് എ ടു എ എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 0. അതായത് നമ്മൾ നിൽക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, എൻഡിങ്ങും അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അതായത് നമ്മൾ അവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല. നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽസിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ അത് 0.
കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0 നമുക്ക് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ആക്ച്വലി ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ആയിരിക്കും. ആ ജി ഓഫ് എ 0 ആയിപ്പോയി. സോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ജി ഓഫ് ബി ആണ്. എന്താണ് ഈ ജി ഓഫ് ബി? അതേ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഇവിടെ ബി ഇട്. അപ്പോൾ എന്ത് കിട്ടും? ജി ഓഫ് ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് ടി ഡി ടി അല്ലേ? എഫ് ഓഫ് ടി ഡി ടി. ഇവിടെ എഫ് ഓഫ് ടിക്ക് വരെ നമുക്ക് എക്സ് കൊടുക്കാം, വലിയ ഇഷ്യൂ അല്ല. കാരണം നമ്മൾ എക്സ് ആക്സസിൽ നമ്മൾ ടി വെച്ചാൽ മാർക്ക് ചെയ്യുന്നതിന് പകരം എക്സ് വെച്ച് മാർക്ക് ചെയ്യുന്ന വിചാരിച്ചാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമലി അതുപോലെ തന്നെ എഴുതാം, ഇന്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എന്ന് തന്നെ എഴുതാം, വലിയ പ്രശ്നമൊന്നുമില്ല. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെന്റൽ ലോ ഓഫ് കാൽക്കുലസ് പ്രൂവ് ചെയ്തില്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവളുടെ ഇടയിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു സാധനമുണ്ട്, മീൻ വാല്യൂ തിയറം. ഇന്റഗ്രൽസിൽ മീൻ വാല്യൂ തിയറം ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവ്സിൽ വന്നപ്പോൾ മീൻ വാല്യൂ തിയറം പറഞ്ഞു എന്നറിയാം. നമുക്കിനി അടുത്ത് അതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.